A warm welcome to all. നമ്മുടെ പെണ്ണിഗേസ് ടീമിന്റെ ഹോൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. E4 എക്സ്പീരിയൻസിന്റെ പുതിയ ചിത്രമായ പെണ്ണിഗേസ് ഇന്ന് വൈകിട്ട് മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. സോ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചിത്രത്തിന്റെ ഡയറക്ടറായ ഫെബിൻ സാറിനെ സ്വാഗതം ചെയ്യാം. ഞങ്ങൾ ഷർട്ട് സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരോടും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പെണ്ണേഴ്സ് നാളെ റിലീസാവുന്നത്. അപ്പോൾ ഇത് രാത്രി ഒരു 7 മണിക്ക് സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ആയിട്ട്. അപ്പോൾ ഒരു കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ സിനിമ പെണ്ണിഗേസ് നാളെ റിലീസാവാൻ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് മാർക്കറ്റിൽ ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാബിക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലേ അതുപോലെ നമ്മൾ ഡേറ്റ് ഒന്നും 16 പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളിലുണ്ട്. ആ രീതിയിലുള്ള എപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. കാരണം എല്ലാവരും 16-ാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിനുള്ള സഹകരണം ഉണ്ടാകണം അപേക്ഷിക്കാം. താങ്ക് യു. നല്ല ചോദ്യങ്ങളിലേക്ക് കിടക്കല്ലേ പോലെ നിങ്ങൾ ഇപ്പോഴത്തെ പോലെ എന്തുകൊണ്ടാണ് പെണ്ണിഗേസ് ആദ്യമായി പെണ്ണ് പ്രതിയാവുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരും ഉപയോഗിക്കുന്ന വാക്കാണല്ലോ പെണ്ണ് സ്ത്രീ ഒരു കേസ് പെട്ടു പോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്തത്. അങ്ങനെയാണ് പെണ്ണ് കേസ് മീനിങ് ഉള്ളത്. പെണ്ണികേസ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ പെണ്ണികേസിൽ വിടുമ്പോഴാണ് പെണ്ണികേസ് എന്നുള്ള പേരില് വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പെണ്ണുണ്ടാക്കുന്ന കുറെ കേസിന്റെ പുറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെയും ഉണ്ട് ഈ ആ പെണ്ണികേസ് എന്ന പ്രയോഗം എന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ തുടക്കമുള്ളത്. ഈ അടുത്ത വാർത്തകളൊക്കെ അതിനു മുന്നേ ഒരുപാട്, എനിക്കത് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം നടന്നത്. ഇപ്പം കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതിനകത്ത് ഈ പടത്തിലാണ്. എനിക്കതിനകത്ത് പ്രത്യേകതയായിട്ട് തോന്നിയതാണ് യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു വുമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക
ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അതിനെല്ലാം യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ എന്നോട് ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടാവും, പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ വന്ന് കാണാം. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും, നല്ല സിനിമയായിരിക്കും. താങ്ക് യു.